Greetings to all the viewers of Shekinah TV. We are here in St. Peter's Basilica in the Vatican, behind the magnificent St. Peter's Basilica. We came to Rome for 3 events. The first one is the prophetic consultation, one-day consultation in order to celebrate the 60th year of the Catholic Charismatic Renewal. And we had a wonderful consultation, and after that we had the audience with the Holy Father Pope Leo in St. Paul VI Hall. It was a wonderful time. The Pope came and he addressed, and he has really given a great encouragement to the renewal following his predecessors, and he was so happy. He met all the leaders, especially the Charis members, and he really promised that he is with us in the renewal. Then we had 3 days of conference, and in that also more than 300 participants, and it was a wonderful event we really had, and then it was really, we enjoyed. Now more about it, over to Chevalier Cyril John. പിതാവും ഞാനും പിന്നെ ഞങ്ങളുടെ നാഷണൽ കോർഡിനേറ്റർ വിക്ടർ ജോൺസ്, പിന്നെ നാഷണൽ സെക്രട്ടറി സിസ്റ്റർ സപ്നയുടെ കൂടെ സിസ്റ്റർ അരുണ MSA കോൺഗ്രിഗേഷനിൽ നിന്ന്, എൻ്റെ കൂടെ എൻ്റെ വൈഫ് എൽസമ, ഞങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് വന്നത് ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഇന്ത്യക്കാരായിട്ട് സൗദി അറേബ്യയിൽ നിന്നും ജെറി ബോയ് ആൻഡ് ഹിസ് വൈഫ്, പിന്നെ UK നിന്നും ജോസ് കുര്യാക്കോസ്, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വളരെ സുപ്രധാനമായ ഒരു അവസരമായിരുന്നു. കാരണം കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം അതിൻ്റെ ഡയമണ്ട് ജൂബിലി അടുത്ത വർഷം 2027 സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരുക്കമായിട്ട് ഒരു ദിവസത്തെ പ്രൊഫറ്റിക് കൺസൾട്ടേഷൻ, അതിന് എല്ലാ നാഷണൽ കോർഡിനേറ്റേഴ്സിനെയും പിന്നെ കോണ്ടിനെൻ്റൽ കോർഡിനേറ്റേഴ്സിനെ മാത്രം വിളിച്ച് 80 പേരുടെ ഒരു വൺ ഡേ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം 30 മെയ്ക്ക് ഞങ്ങൾ പരിശുദ്ധ പിതാവിനെ ആദ്യമായിട്ടാണ് പോപ്പ് ലിയോ 14 ആദ്യമായിട്ടാണ് കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം ഒഫീഷ്യലായിട്ട് കാണുന്നത്. 3000 പേര് ഉണ്ടായിരുന്നു ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഞങ്ങൾ കണ്ടു. ഞങ്ങളിപ്പം പിതാവിനും എനിക്കും ഒക്കെ വ്യക്തിപരമായിട്ട് പരിശുദ്ധ പിതാവിനെ മീറ്റ് ചെയ്യാനായിട്ട് സംസാരിക്കാനായിട്ടും സാധിച്ചു. പരിശുദ്ധ പിതാവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ലോകം മുഴുവൻ പോയി മധ്യസ്ഥ പ്രാർത്ഥനയെപ്പറ്റി പ്രചരിപ്പിക്കുന്നതിനെപ്പറ്റി പറഞ്ഞു. അപ്പം സഭയ്ക്ക് വേണ്ടി പരിശുദ്ധ പിതാവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പ്രത്യേകം പരിശുദ്ധ പിതാവിനോട് പറഞ്ഞു. പരിശുദ്ധ പിതാവിന് വളരെ സന്തോഷമായിരുന്നു കേട്ടപ്പോൾ. പിന്നെ പരിശുദ്ധ പിതാവ് സംസാരിച്ചപ്പോൾ നമുക്കറിയാമല്ലോ, നേരത്തെ പോപ്പ് പോൾ 6 കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തെ സഭയിലേക്ക് സ്വീകരിച്ചത്. അതിനുശേഷം പോപ്പ് ജോൺ പോൾ II, അതിനുശേഷം പോപ്പ് ബെനഡിക്റ്റ്, അതിനുശേഷം പോപ്പ് ഫ്രാൻസിസ് ഹാരിസ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ സഭയിലെ പിതാക്കന്മാരുടെയും സഭയുടെയും പൂർണ്ണ പിന്തുണ, സപ്പോർട്ടും പ്രോത്സാഹനവും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് പോപ്പ് ലിയോയുടെ മനോഭാവം എന്താണ്, അപ്രോച്ച് എന്താണെന്നുള്ളതായിരുന്നു. പക്ഷേ പോപ്പ് ലിയോ വളരെ വ്യക്തമായിട്ട് ഈ പഴയ പ്രൊഡസസേഴ്സായിട്ടുള്ള എല്ലാ പോപ്പുമാരെയും കോട്ട് ചെയ്തിട്ട്, ഞാനും കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണം വലിയൊരു മുന്നേറ്റമാണ്, അപ്പോൾ അത് സഭയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് എടുത്തു പറഞ്ഞു. അതുപോലെ പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ച ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് ഓർമ്മിപ്പിച്ചത്. അതായത് സ്തുതിപ്പ് ആരാധന പറഞ്ഞ് നിങ്ങളുടെ ഒരു പ്രത്യേക കാര്യം സഭയ്ക്ക് തരുന്ന ഒരു കോൺട്രിബ്യൂഷൻ ഇതാണ് സ്തുതിപ്പ് ആരാധന. അതുപോലെ തന്നെ നമ്മുടെ യൂണിറ്റി, ഐക്യത്തെപ്പറ്റി നമ്മളെ ഓർമ്മിപ്പിച്ചു. പിന്നെ ദൈവവചനത്തെപ്പറ്റി, വേർഡ് ഓഫ് ഗോഡ്, അപ്പോൾ അത് വായിക്കുന്നതിനെപ്പറ്റി ഓർമ്മിപ്പിച്ചു. പിന്നെ അതുപോലെ തന്നെ കാരിസംസ് ഉപയോഗിക്കുന്നതിനെപ്പറ്റി, ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിലുള്ള ജ്ഞാനസ്നാനത്തെപ്പറ്റി പ്രത്യേകം ഓർമ്മിപ്പിച്ചു. അപ്പോൾ നമ്മുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം പരിശുദ്ധ പിതാവിന് നന്നായിട്ട് അറിയാം. അതെല്ലാം സഭയെ ഓർമ്മിപ്പിച്ചു, കരിസ്മാറ്റിക് നവീകരണത്തെ ഓർമ്മിപ്പിച്ചു. പ്രത്യേകിച്ച് അത് നമ്മൾ ജൂബിലിക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വളരെ നല്ലൊരു കൂടിക്കാഴ്ചയായിരുന്നു കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിന് പരിശുദ്ധ പിതാവുമായിട്ട്. അതിനുശേഷം ഒരു 3 ദിവസത്തെ കോൺഫറൻസ് ഉണ്ടായിരുന്നു.
ഈ കോൺഫറൻസിൽ നമ്മളൊന്ന് വിലയിരുത്തുകയാണ്. കരിസ്മാറ്റിക് നവീകരണത്തെ ഒന്ന് വിലയിരുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് എന്താണ് സംസാരിക്കുന്നത്. അപ്പോൾ ഓരോ ക്ലാസ്സും കഴിഞ്ഞിട്ട് കുറേ സമയം പ്രാർത്ഥിച്ച് സന്ദേശങ്ങളൊക്കെ എടുത്ത് അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് വി നീഡ് ടു ഗോ ബാക്ക് ടു ദ റൂട്ട്സ്. അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതുണ്ട്. പല കാര്യങ്ങൾ ഇപ്പോൾ കാരിസത്തിൻ്റെ യൂസ്, ഇപ്പം വർഷിപ്പ്, അങ്ങനെ കൂട്ടായ്മ, ഇത് പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് നമ്മൾ വിലയിരുത്തി. അതുപോലെ നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളും കമ്മ്യൂണിറ്റികളും ചിലയിടത്തൊക്കെ വീക്കാകുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകേണ്ടതിനെപ്പറ്റി ചിന്തിച്ചു. പിന്നെ ഫോർമേഷൻ്റെ ആവശ്യകതയെപ്പറ്റി ചിന്തിച്ചു. പിന്നെ യുവജനങ്ങളെ മുമ്പോട്ട് കൊണ്ടുവരുന്നതിനെ പറ്റി ചിന്തിച്ചു. പിന്നെ പരസ്പരം ക്ഷമിക്കുകയും രമ്യപ്പെടുകയൊക്കെ ചെയ്യേണ്ടതിനെപ്പറ്റി ചിന്തിച്ചു. ഇങ്ങനെ അടിസ്ഥാനപരമായ പല കാര്യങ്ങളെപ്പറ്റിയും ചിന്തിക്കാനായിട്ടും ഒന്നിച്ച് പ്രാർത്ഥിക്കാനായിട്ടും 300 ലീഡേഴ്സ് ഒന്നിച്ചുണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു സമയമായിരുന്നു. ഇറ്റ് വാസ് എ വെരി ഫ്രൂട്ട്ഫുൾ ഗ്യാതറിങ്. അപ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു. പിതാവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിതാവ് ദിവ്യബലി അർപ്പിച്ചു, ആരാധന നയിച്ചു. ഇങ്ങനെ വളരെ സ്പിരിച്വലി സപ്പോർട്ട് ചെയ്യാനായിട്ട് പിതാവിൻ്റെ സാന്നിധ്യം സഹായിച്ചു. ഇന്ത്യയിൽ നിന്നും നല്ലൊരു പ്രസൻസ് ഉണ്ടായിരുന്നു കോൺഫറൻസിൽ.